നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിചിത്രമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക കടന്നു പോകുന്നത്. തലയ്ക്ക് മുകളിൽ തലങ്ങും വിലങ്ങും അജ്ഞാത ഡ്രോണുകൾ. ഇന്നലെ രാത്രി ന്യൂജേഴ്സി, ന്യൂയോർക്ക്, മേരിലാൻഡ്, കാലിഫോർണിയ തുടങ്ങിയ നഗരങ്ങളിലും സൈനിക താവളങ്ങളിലുമൊക്കെ നിരവധി നിഗൂഢ ഡ്രോണുകൾ ചുറ്റിക്കറങ്ങുന്നുവെന്ന് പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂയോർക്കിൽ നിന്നുള്ള ചില പ്രദേശവാസികൾ 50 ഡ്രോണുകൾ തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ചുറ്റിക്കറങ്ങുന്നുവെന്നാണ് അധികൃതരെ അറിയിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 3000-ഓളം റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഒടുവിൽ ഇക്കഴിഞ്ഞ രാത്രി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ എഴുതി, രാജ്യത്തുടനീളം ഇപ്പോൾ ദുരൂഹമായ ഡ്രോണുകൾ. നമ്മുടെ സർക്കാരിന്റെ അറിവില്ലാതെ ഇത് ശരിക്കും സംഭവിക്കുമോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഈ ഡ്രോണുകൾക്ക് പിന്നിൽ എന്താണ് എന്ന് പൊതുജനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ അവയെ വെടിവെച്ച് താഴെയിടുക. തലയ്ക്ക് മുകളിൽ പറക്കുന്ന ഈ അജ്ഞാത ഡ്രോണുകൾ വെടിവെച്ച് താഴെയിടാനാണ് ട്രംപ് ബൈഡനോട് പറയുന്നത്. ബൈഡന്റെ കഴിവുകേടാണ് ഇത്തരം അജ്ഞാത ഡ്രോണുകൾ അമേരിക്കൻ തലയ്ക്ക് മുകളിൽ ചുറ്റിക്കറങ്ങുന്നത് എന്ന് ട്രംപ് പറയുന്നു. അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിർജീനിയയിലെയും പെൻസിൽവാനിയയിലെയും സൈനിക താവളങ്ങളിലും ന്യൂജേഴ്സിയിലെ ബെഡ്മിൻസ്റ്ററിലുള്ള ട്രംപിന്റെ ഗോൾഫ് കോഴ്സിന് സമീപവുമൊക്കെ താൽക്കാലിക വിമാന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചില ഡ്രോണുകൾക്ക് കാറോളം വലിപ്പമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ഡ്രോണുകൾ മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. ചൂടോ ശബ്ദമോ അവ പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ റഡാറുകളിൽ പ്രത്യക്ഷപ്പെടുന്നുമില്ല. റഡാറുകളിൽ കണ്ടെത്താനാകാത്തതാണ് ഇത്തരം ഡ്രോണുകളുടെ ഏറെ പ്രത്യേകതയെന്ന് വിദഗ്ധർ പറയുന്നു. നവംബർ 18-ന് ന്യൂജേഴ്സി മേഖലയിൽ ഇത്തരം ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഒരു ഇറാൻ കപ്പൽ ന്യൂജേഴ്സിയുടെ പരിസരത്തെത്തിയിരുന്നു എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ആഴക്കടലിലുള്ള മദർ കപ്പലുകളിൽ നിന്നു തന്നെയാവാം ഇത്തരം ഡ്രോണുകൾ അമേരിക്കൻ കരയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇത് കടലിൽ 100 കണക്കിന് മൈലുകൾ അകലെയാകാം. ഇത്തരത്തിൽ ഡ്രോണുകൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. US സൈനിക താവളങ്ങളിൽ അജ്ഞാത ഡ്രോണുകൾ കണ്ടതുമായി ബന്ധപ്പെട്ട് അമേരിക്ക അടിയന്തരമായി ചില നടപടികളെടുക്കാൻ ട്രംപ് പറഞ്ഞു. ജോ ബൈഡൻ ഭരണകൂടം അടിയന്തരമായി ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. 3000-ലധികം ഡ്രോണുകളുടെ റിപ്പോർട്ടുകളാണ് അമേരിക്കൻ ഈസ്റ്റ് കോസ്റ്റിലുടനീളം ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഉയർന്നു വന്നത്. ഡിസംബർ 5-ന് മാത്രം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഏകദേശം 5 ഡ്രോണുകൾ കരയിലേക്ക് പറന്നു വന്നു. 3 സാധ്യതകളാണ് ഇത് സംബന്ധിച്ച അമേരിക്കൻ ചർച്ചകളിൽ മുഴങ്ങി നിൽക്കുന്നത്. ഇത്തരം ഡ്രോണുകൾ പറത്തുന്നത് ചൈന അല്ലെങ്കിൽ റഷ്യ, ഇറാൻ. ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കാം അമേരിക്കയിലേക്ക് ഇത്തരം അജ്ഞാത ഡ്രോണുകൾ അയച്ചിരിക്കുന്നത്. ഈ ഡ്രോണുകൾ എന്താണെന്നോ എവിടെ നിന്ന് വരുന്നതെന്നോ പെന്റഗൺ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. കിഴക്കൻ തീരത്ത് ഒരു ഇറാൻ കപ്പൽ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് അമേരിക്കയുടെ മുന്നിൽ. ഇനി അന്യഗ്രഹ ജീവികൾ എന്നും അമേരിക്കയിൽ ചിലർ വാദമുഖങ്ങൾ ഉയർത്തുന്നു. ജനങ്ങളോട് സത്യം പറയുക, നിങ്ങൾ വിഡ്ഢികളെപ്പോലെ പെരുമാറാതിരിക്കുക എന്ന് ജോ ബൈഡൻ ഭരണകൂടത്തോട് മാധ്യമങ്ങൾ പറയുന്നു. വ്യാഴാഴ്ച രാത്രി 13 ഡ്രോണുകൾ തങ്ങളുടെ ബോട്ടുകളിൽ ഒന്നിനെ പിന്തുടർന്നു എന്ന് US കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു. ന്യൂജേഴ്സിയിലെ ഓഷ്യൻ കൗണ്ടിയിൽ നിന്നുള്ള ഷെരീഫ് ഏകദേശം 50ഓളം ഡ്രോണുകൾ അറ്റ്ലാന്റിക്കിൽ നിന്ന് കടന്നുവരുന്നത് കണ്ടു എന്ന് പറയുന്നു. 911 വിളിച്ച് ഇത്തരമൊരു സാഹചര്യം താൻ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മിസ്റ്ററി ഡ്രോണുകൾ എന്നൊരു ഫേസ്ബുക്ക് പേജിലൂടെ ഇപ്പോൾ കൂടുതൽ അമേരിക്കക്കാർ തങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നു. ഒരുതരം ഡ്രോൺ ഹിസ്റ്റീരിയ അമേരിക്കൻ ജനതയെ ബാധിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 55,000-ഓളം ആളുകൾ ഇതിനകം തന്നെ ഈ ഫേസ്ബുക്ക് പേജിൽ അംഗങ്ങളായി. ഇത്തരം അജ്ഞാത ഡ്രോണുകൾ അമേരിക്കയുടെ ന്യൂക്ലിയർ പ്ലാന്റുകളുടെ വിശദാംശങ്ങൾ തിരയുകയാണോ എന്ന സംശയവും വിദഗ്ധർക്കുണ്ട്. ചിലർ ഈ ഡ്രോണുകളിൽ നിന്ന് ഒരുതരം ദ്രാവകം ചീറ്റുന്നതായി കണ്ടുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അത്യന്തം ഗൗരവത്തോടെ ഈ സ്ഥിതിവിശേഷം നോക്കിക്കാണണം. ഏതെങ്കിലും തലത്തിലുള്ള വിഷം വമിപ്പിക്കുന്നതാണോ ഇത്തരം ഡ്രോണുകളിൽ നിന്ന് പുറത്തേക്ക്? ഈ ഡ്രോണുകൾ അന്യഗ്രഹ ആക്രമണത്തിന്റെ തുടക്കമാണ് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി നികൃഷ്ടമായ വിദേശ ഇടപെടലുകൾ നിഷേധിക്കുന്നു. എന്നാൽ അമേരിക്കൻ ജനതയിൽ ഭയം പടർന്നു പിടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അജ്ഞാത ഡ്രോണുകൾ തങ്ങളുടെ ആകാശത്ത് നിറഞ്ഞിട്ടും എന്തുകൊണ്ട് അവയെ വെടിവെച്ചിടുന്നില്ല എന്ന ട്രംപിന്റെ ചോദ്യം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ ചർച്ചാ വിഷയം. മുൻ മെരിലാൻഡ് ഗവർണർ ലാറി ഹോഗൻ തന്റെ വീടിന് മുകളിൽ നിരവധി ഡസൻ കണക്കിന് ഡ്രോണുകളെ കണ്ടു എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം ഒരു മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു.
തൻ്റെ വസതിക്ക് മുകളിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് 25 മൈൽ അകലെ ഡസൻ കണക്കിന് വലിയ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അവ ചിത്രീകരിക്കുകയും ചെയ്തു. അമേരിക്കൻ ഫെഡറൽ സർക്കാരിൽ വരുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് ഇപ്പോൾ നിഷ്ക്രിയമായിരിക്കുന്ന ഭരണകൂടമാണ് ഇപ്പോഴുള്ളത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ മാസം അവസാനം UK-യിലെ 4 US എയർബേസുകളിൽ അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യം US വ്യോമസേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സഫോക്കിലെ RAF ലേക്കൻഹീത്ത്, RAF മിൽഡൻഹാൾ, നോർഫോക്കിലെ RAF ബെൽഫെൽ, ഗ്ലൗസ്റ്റർഷെയറിലെ RAF ഫെയർഫോർഡ് എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം ട്രോൾ പറക്കലുകൾ. വിർജീനിയയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം 17 ദിവസത്തോളമായി നിഗൂഢമായ ഡ്രോണുകൾ കണ്ടതായി റിപ്പോർട്ടുകൾ തുടർച്ചയായി വരുന്നു. ഈ ഡ്രോണുകൾ വെടിവെച്ചിടാൻ ചിലർ ഭയക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. താഴെ വീഴുന്ന അവശിഷ്ടങ്ങൾ നിലത്തു വീണ് ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ആരെങ്കിലും കൊല്ലപ്പെടുകയോ ചെയ്താൽ അത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന ഭയം. ഇത്തരം ഡ്രോണുകൾ വെടിവെച്ച് താഴെയിടരുത് എന്ന് FBI അതത് പ്രദേശങ്ങളിലെ താമസക്കാരോട് പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ജനതയെ ഭയപ്പെടുത്തുന്ന ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്താണ്? ആരാണ് ഇത്തരം ഡ്രോൺ പറത്തലുകൾ അമേരിക്കൻ വ്യോമമേഖലയിൽ നടത്തുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഭരണകൂടം ഇത് ഗൗരവത്തോടെ കാണാതെ പോകുന്നത്? 9/11 ആക്രമണത്തിന് പിന്നാലെ ഇത്തരം ഭയം അമേരിക്കൻ ജനതയുടെ മനസ്സിൽ രൂഢമൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകൾ അമേരിക്കൻ ജനതയുടെ ഉറക്കം കെടുത്തുന്നുവെങ്കിൽ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ കഴിവുകെട്ട ഒരു ഭരണകൂടം. എന്തിനാണ് തോക്ക് കയ്യിൽ പിടിച്ചു നിൽക്കുന്നത്? വെടിവെച്ച് താഴെയിടുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.